ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് അപ്പോസ്തലന്റെ പ്രധാന ലേഖനങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നത്. ഈ അധ്യായങ്ങളിൽ പൗലോസിനുണ്ടായ ദർശനങ്ങളും വെളിപാടുകളെക്കുറിച്ചുമാണ് പറയുന്നത്. പൗലോസ് തികച്ചും ബലഹീനനായിരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. തൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്തതും പൗലോസിന് വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവന് ഈ ആത്മീയ അനുഭവം ഉണ്ടാകുന്നത്. ക്ലേശങ്ങളുടെ നടുവിലും പ്രാർത്ഥനയുള്ള ആളായിരുന്നു പൗലോസ്. 3 വട്ടം തൻ്റെ ബലഹീനത മാറ്റിക്കിട്ടുവാൻ ദൈവത്തോട് അപേക്ഷിച്ചതായി ഈ അധ്യായത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. നാമും ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുമാറി നിൽക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? പൗലോസിനെ പോലെ കൂടുതൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാറുണ്ടോ എന്ന് നാം നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രാർത്ഥന ഒരു പോരാട്ടവും അതിജീവനവുമാണ്. പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായും ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവന്റെ ബലഹീനത മാറ്റിയല്ല ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ബലഹീനതയെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നൽകിയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നാം നിരാശരായി തീരാറില്ലേ? പൗലോസിനെ പോലെ ദൈവകൃപ അദൃശ്യമായി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് നാം പലപ്പോഴും അറിയാറില്ല. ഏത് കഠിനമായ ശോധനയിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ദൈവം നമ്മളിലൂടെ തുടങ്ങിവെച്ച ശുശ്രൂഷകൾ എല്ലാം പൂർത്തിയാക്കുവാൻ അവൻ മതിയായവനാണ്. അതിനായി നാം ദൈവസന്നിധിയിൽ താഴ്ന്നു കൊടുക്കുക മാത്രം മതി. പൗലോസിനെ പോലെ ബലഹീനതയിലും ദൈവകൃപ ലഭിക്കുവാൻ നമുക്കും സാധിക്കും. അതിനായി ദൈവം നമ്മെ കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ പൗലോസിനെ പോലെ ബലഹീനതകളിൽ കൃപ നൽകുന്ന അങ്ങയെ രുചിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.